പിണറായി സർക്കാരിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണമാണ് ഇന്നലെ രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 108 ആംബുലൻസ് നടത്തിപ്പിന് കരാർ നൽകിയതിൽ വൻ അഴിമതി നടന്നുവെന്നാണ് രേഖകൾ സഹിതം രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. സംസ്ഥാന ഖജനാവിന് ചുരുങ്ങിയത് 250 കോടി രൂപയുടെ നഷ്ടമെങ്കിലും കഴിഞ്ഞ തവണ ആംബുലൻസ് നടത്തിപ്പിന് കരാർ നൽകിയതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ വാദം. അഴിമതി തെളിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറും ചേർന്ന് തീവെട്ടിക്കൊള്ള നടത്തിയെന്ന് മനസ്സിലാകുമെന്നും അദ്ദേഹം പറയുന്നു. 2019-24 കാലത്തേക്കുള്ള കരാറും 2025-30 കാലത്തേക്കുള്ള കരാറും ഈ രണ്ട് കരാറുകൾ തമ്മിലുള്ള തുകയിലെ ഏറ്റക്കുറച്ചിലുകൾ ചൂണ്ടിക്കാട്ടിയാണ് രമേശ് ചെന്നിത്തല അഴിമതിയാണ് അന്ന് നടന്നത് എന്ന് സ്ഥാപിക്കുന്നത്. ഈ കമ്മീഷന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. 2019-ലും 2025-ലും സെക്കന്ദരാബാദ് ആസ്ഥാനമായ GVK EMRI എന്ന ഒരേ കമ്പനിക്കാണ് കരാർ നൽകിയിട്ടുള്ളത്. എന്നാൽ 2019-ൽ ഇതേ കമ്പനി കോട്ട് ചെയ്ത തുകയേക്കാൾ കുറവാണ് ഇത്തവണ കോട്ട് ചെയ്തത് എന്നാണ് ചെന്നിത്തലയുടെ കണ്ടെത്തൽ. 2019-ലേക്കാൾ ആംബുലൻസുകളുടെ എണ്ണവും ചെലവും കൂടിയപ്പോഴും അന്നത്തേതിനേക്കാൾ പകുതി തുകയ്ക്ക് കൊട്ടേഷൻ ഏറ്റെടുത്തതിലൂടെ അന്ന് നടന്നത് അഴിമതിയാണ് എന്നും ഇതുവഴി 250 കോടിയിലേറെ രൂപയുടെ കമ്മീഷൻ തട്ടിപ്പ് നടന്നുവെന്നും ചെന്നിത്തല ഉറപ്പിച്ചു പറയുന്നു. 2019-ൽ 315 ആംബുലൻസുകളുടെ നടത്തിപ്പിന് GVK EMRI എന്ന കമ്പനി കരാറെടുത്തത് 517 കോടി രൂപയ്ക്കായിരുന്നു. പിന്നീടത് ഒരു ആംബുലൻസിന് കൂടി കൂട്ടിച്ചേർത്ത് 316 ആംബുലൻസായി. 2025-ൽ എത്തുമ്പോൾ ആംബുലൻസുകളുടെ എണ്ണം വർദ്ധിച്ചു. 316 എന്നത് 335 ആയി. അതിൽ തന്നെ അത്യാധുനിക സംവിധാനങ്ങളുള്ള 14 അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും 6 നിയോനേറ്റൽ ആംബുലൻസുകളും അടക്കം ആംബുലൻസുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോഴും കരാർ തുക 293 കോടി രൂപ മാത്രമാണ്. 5 വർഷം കൊണ്ട് ചിലവ് വളരെയധികം വർദ്ധിച്ചു, ആംബുലൻസുകളുടെ എണ്ണവും. അങ്ങനെയെങ്കിൽ അന്ന് മറ്റു കമ്പനികളെ ഒഴിവാക്കി GVKക്ക് മാത്രമായി കരാർ നൽകിയത് എങ്ങനെ? അന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് GVKക്ക് കരാർ നൽകിയത് ആരുടെ താൽപര്യപ്രകാരം? അന്നത്തെ കമ്മീഷൻ ഗുണഭോക്താക്കൾ ആരൊക്കെ? ഈ ചോദ്യങ്ങളാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. തീവെട്ടിക്കൊള്ളയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നത് എന്ന് രേഖകൾ ഉദ്ധരിച്ച് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നു. സകല മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് 2019-ൽ GVK EMRI കമ്പനിക്ക് കരാർ നൽകിയത് എന്നാണ് ചെന്നിത്തല പറയുന്നത്. ബഹുരാഷ്ട്ര കമ്പനിയായ GVK ഗ്രൂപ്പിന്റെ ഭാഗമാണ് GVK EMRI. ആദ്യം ടെൻഡർ നൽകിയ 2 കമ്പനികളിൽ ഒന്നിനെ അയോഗ്യരാക്കിയ ശേഷം ടെൻഡർ തന്നെ റദ്ദാക്കി. രണ്ടാമത് ക്ഷണിച്ച ടെൻഡറിൽ GVK മാത്രമായിരുന്നു പങ്കെടുത്തത്. എന്നിട്ടും അവരുടെ ടെൻഡർ അംഗീകരിക്കാൻ പ്രത്യേക ക്യാബിനറ്റ് നടപടി എടുത്തെന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത് എന്നാണ് ചെന്നിത്തലയുടെ ചോദ്യം. അതും യാതൊരു പരിശോധനകളും ഇല്ലാതെ അന്നത്തെ ടെൻഡർ തുക അംഗീകരിച്ചത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനായിരുന്നുവെന്നും അദ്ദേഹം ചോദിക്കുന്നു. 2025-ൽ എത്തുമ്പോഴും ഇതേ കമ്പനി ടെൻഡർ പട്ടികയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ടെൻഡർ നൽകിയ കമ്പനികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ GVK കമ്പനി നൽകിയ കരാർ തുകയും കുറഞ്ഞു. ഇക്കുറി ടെൻഡർ പ്രക്രിയയിൽ മറ്റു കമ്പനികളും പങ്കെടുത്ത് മത്സരം വന്നതോടെ 14 അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും 6 നിയോനേറ്റൽ ആംബുലൻസുകളും അടക്കം 19 ആംബുലൻസുകൾ അധികമുണ്ടായിട്ടും ഈ കമ്പനി കോട്ട് ചെയ്തത് 293 കോടി മാത്രം. ഇത്തവണ കുറഞ്ഞ തുകയ്ക്ക് കരാറിൽ ഏർപ്പെടാൻ കമ്പനികൾ മുന്നോട്ട് വന്നപ്പോൾ GVKയെ സഹായിക്കാൻ ഒത്തുകളി നടന്നുവെന്നാണ് ആക്ഷേപം. കരാർ തുക വിനിയോഗിച്ച് തീരുമ്പോൾ ജീവനക്കാരെ ഇറക്കി സമരം ചെയ്ത് കൂടുതൽ തുക അനുവദിപ്പിക്കാനുള്ള നീക്കമാണ് എന്നും ആക്ഷേപമുണ്ട്. ഇന്ധനവിലയും സ്പെയർ പാർട്സ് വിലയും അടക്കം വർദ്ധിച്ചപ്പോഴും ഇത്ര കുറഞ്ഞ തുക കോട്ട് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അന്ന് നടന്നത് വ്യക്തമായ അഴിമതിയായിരുന്നുവെന്നാണ് ചെന്നിത്തലയുടെ വാദം. ചെന്നിത്തലയുടെ പ്രധാന വാദങ്ങൾ ഇവയാണ്. 5 വർഷം കൊണ്ട് ഇന്ധനവിലയിലും സ്പെയർ പാർട്സ് വിലയിലും 30% വർധനവും കൂടുതൽ ആംബുലൻസുകളും ഉണ്ടായിട്ടും മുൻ വർഷത്തേക്കാൾ 43% തുക കുറച്ചാണ് ഇപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ വൻതുക നൽകിയത് എന്തിനാണ് എന്ന് മറുപടി പറയണം. അതിന് മുഖ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രിയും ബാധ്യസ്ഥരുമാണ്. അന്ന് കൂടിയ തുകയ്ക്ക് കൊട്ടേഷൻ നൽകുക വഴി കുറഞ്ഞപക്ഷം ഖജനാവിന് 250 കോടിയുടെയെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ കമ്മീഷന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് എന്ന് വ്യക്തമാക്കണം. ഒരു പദ്ധതിയുടെ നടത്തിപ്പിന്റെ അത്രയും തന്നെ തുക കമ്മീഷൻ അടിക്കുന്ന പ്രവർത്തനമാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നടത്തുന്നത്.
തൊട്ടതിലെല്ലാം അഴിമതി കാണിക്കുന്ന ഈ കമ്മീഷൻ സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കണം. ജീവൻ രക്ഷാ സംവിധാനം നിലച്ചാൽ ജനരോഷത്തിന്റെ പേര് പറഞ്ഞ് പിന്നെയും തുക അനുവദിക്കാനാകും. ഇതും അഴിമതിക്ക് കളമൊരുക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇങ്ങനെ നിരവധി സമരങ്ങൾ നടന്ന കാര്യവും തുക അനുവദിച്ച കാര്യവും ചൂണ്ടിക്കാട്ടിയാണ് ഈ വാദം. ആംബുലൻസ് സർവീസ് നിലവിൽ നടത്തുന്ന GVK EMRI കമ്പനിക്ക് സർക്കാർ 120 കോടി കുടിശ്ശിക നൽകാനുണ്ട്. ആംബുലൻസിൽ നഴ്സ് ഉണ്ടാകില്ല എന്നതുൾപ്പെടെ പുതിയ കരാർ വ്യവസ്ഥകളുടെ മറപിടിച്ച് ജീവനക്കാരെ വെട്ടിക്കുറച്ചും ശമ്പളം കുറച്ചും കൂടുതൽ ലാഭമെടുക്കാൻ കമ്പനി ഒരുക്കം നടത്തുന്നതായും വിവരമുണ്ട്. എന്തായാലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വലിയ ഒരു വെളിപ്പെടുത്തലാണ് രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. ഇതിന് ആധികാരികമായ മറുപടി നൽകാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ്. അത്തരത്തിൽ വ്യക്തമായ ഒരു മറുപടി സർക്കാർ നൽകുമോ, അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം വഴിതിരിച്ചു വിടാനുള്ള ശ്രമമെന്ന് പറഞ്ഞ് സ്ഥിരം ഗിമ്മിക്കുകളിലൂടെ സർക്കാർ ഒളിച്ചു കളിച്ച് പ്രതിരോധിക്കുമോ എന്നതും ഇനി കണ്ടറിയേണ്ടതാണ്.